ഈ കൈ ഇങ്ങനെ വരരുത്, കൈ വരുന്നത് തെറ്റാണ്. ബ്രേക്ക് കൊടുക്ക്, ബ്രേക്ക് ഫസ്റ്റ് കയറി കൊടുക്ക്. ആ ഒരു ഹാഫ് ക്ലച്ച് ഇട്ട് എടുക്കുക. വണ്ടി ബാക്കോട്ട് വന്നു. വൈബ്രേഷൻ പറ്റേ ഒരു പോയിന്റ് ആക്സിലേറ്റർ കൊടുത്തിട്ടേക്ക് പിന്നെ ക്ലച്ച് നിൽക്കുക ആദ്യം റിലീസ് ചെയ്യാവുള്ളൂ. ആ ആക്സിലേറ്റർ മാത്രം കൊടുക്കുക, ആക്സിലേറ്റർ മാത്രം. ഇതെന്താണെന്നറിയാമോ, വണ്ടി ഇപ്പൊ തേർഡ് ഗിയറിലുള്ള. ഓക്കെ. ആ ആ ശരി, ഒരു പകുതി ക്ലച്ചിട്ട് കാല് തട്ടെ, അവിടെ നിർത്ത്. ആ ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് എടുക്ക. പകുതി ക്ലച്ചിട്ട് കാല് തട്ടെ, പകുതി ക്ലച്ചില് ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ മാത്രം കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുക. ആ അതെ തന്നെ. കൈ വരുന്നുണ്ടോ? കൈ അങ്ങനെ ക്രോസിൽ വരരുത്. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കേണ്ട, തമ്പ് നേരെ കിട്ടെ. ആ കർവ് പിടിക്കുമ്പോ കൈ ഇങ്ങനെ വരരുത്. അത് വലുത് അത് തന്നെ, അങ്ങനെ വിട്ട് പോട്ടെ. കൈ ഇങ്ങനെ ഇറക്കി പിടിക്കും. കൈ ഇങ്ങനെ താഴോട്ട് കുറച്ച് ഇറങ്ങി പോട്ടെ. അത് അങ്ങനെ വരണം കൈ ഹോൾഡ് ചെയ്യുമ്പോ. ഇപ്പൊ കണ്ടോ, ആ ആക്സിലേറ്ററിന്റെ ഒരു സൗണ്ട് മൂളിച്ച വരുന്നു. ഒന്ന് തേർഡ് ഗിയറിലൂടെ ഇട്ട് നോക്ക്. ക്ലച്ച് ഫുള്ള് കണ്ടോ, വണ്ടി കുറച്ചുകൂടി വണ്ടി സ്മൂത്തായി. നമ്മുടെ ഈ ഇറക്കത്തിൽ അങ്ങനെ നമ്മൾ ഇടാൻ പറ്റുമോ? അതും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ബ്രേക്ക് ഗിയറിലും ബ്രേക്ക് കൊടുക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഒന്ന് ആക്സിലേറ്ററിന് കുറച്ച് നോക്കി നോക്ക്. കയറ്റമാകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്പീഡ് കുറയ്ക്കേണ്ട വന്നു കഴിഞ്ഞാല് ആക്സിലേറ്ററിന് കാല് കുറയ്ക്കട്ടെ. കണ്ടോ, വണ്ടി അങ്ങോട്ട് പിടിച്ചു നിൽക്കുവാണ്. അതനുസരിച്ച് നമ്മളിപ്പം ഫസ്റ്റ് ഗിയർ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കുറച്ചാൽ മതി. വണ്ടി എന്ത് ചെയ്യും, ആ പിടിച്ചു നിൽക്കും. ആ എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയും, പിടിച്ചു നിൽക്കും. പക്ഷെ അതെ ഫസ്റ്റ് ഗിയറിലൊക്കെ ആകുമ്പോൾ. അതുപോലെ നമ്മൾ തേർഡും ഫോർത്തും വരുമ്പോൾ നമ്മൾ അത് ബ്രേക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡിനെ കുറച്ച് കൊടുക്കണം. ഇനിയിപ്പം ഒന്ന് സ്പീഡ് കുറയ്ക്കേണ്ട വന്നു. അപ്പൊ ആക്സിലേറ്റർ തന്നെ നമ്മൾ കുറച്ചപ്പോൾ എന്ത് ചെയ്തു, വണ്ടീന്റെ സ്പീഡ് കുറഞ്ഞു കിട്ടി. ഇനി ഒന്ന് വണ്ടീന്റെ സ്പീഡ് കൂട്ടിയിട്ട് കൂട്ടെ. ഇവിടെ നമ്മൾ ബ്രേക്കിലൊന്നും കാല് വന്നില്ല, ആവശ്യം വന്നില്ല. ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക. ഓക്കെ. ഇനി തേർഡ് ഗിയർ കൊടുക്കുക. തേർഡ് ഗിയർ ഇട്ടോ. ഓക്കെ. ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുക. ഓക്കെ. സ്പീഡ് കുറയ്ക്കുക. ആക്സിലേറ്റർ കുറച്ചിട്ട് വണ്ടി സ്പീഡ് കുറഞ്ഞു. ഇവിടെ ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്യണം. ബ്രേക്കിന്റെ പെടലോട്ട് കാല് തൊട്ട് ബ്രേക്കിന്റെ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക. ഓക്കെ. ബ്രേക്കിന്റെ പെടലോട്ട് ആക്സിലേറ്റർ ബ്രേക്കിന്റെ നാടുക്ക് ആക്സിലേറ്റർ കുറയ്ക്ക്. ഇവിടെ സ്പീഡ് കുറയുന്നില്ല. കണ്ടോ, നമ്മൾ ആ ബ്രേക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലും വണ്ടീന്റെ നമുക്ക് വേദന കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഫോർത്ത് ഗിയർ ആകുമ്പോൾ ഇതിനെ നമ്മൾ കൊടുത്തതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്ന് ഫോർത്ത് ഗിയർ ചെയ്ത്. ഓക്കെ. ആക്സിലേറ്റർ വേണ്ട, ബ്രേക്കിന്റെ പെടലോട്ട് കാല് വരണ്ട. വണ്ടി കണ്ടോ, അതെ സ്പീഡ് കൂടുന്നുണ്ടോ? അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. കണ്ടോ, ബ്രേക്കിന് നാടുക്ക് കണ്ടോ, ഒരു ബ്രേക്കിംഗ് ആണ്. കണ്ടോ, പിടിച്ചു നിൽക്കുവാണ്. ഇനി നമ്മളിപ്പോ വണ്ടി ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മള് ഫസ്റ്റ് നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ സംഭവിക്കാൻ. ഒന്ന് ക്ലച്ചും ചവിട്ടി നോക്ക്. ക്ലച്ച് മാത്രം ചവിട്ടി. കണ്ടോ, വണ്ടിന്റെ സ്പീഡ് വേഗത കൂടുകയുള്ളൂ. അതെ. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി നിർത്തേണ്ട സാഹചര്യം വരുന്നതെങ്കിൽ ആദ്യമേ ക്ലച്ചിന്ന് കാലെടുക്കുക. ആദ്യമേ ബ്രേക്കിന്റെ പെടലോട്ട് കാല് വരിക. ബ്രേക്കിന്റെ സ്പീഡിനെ കുറയ്ക്കുക. ബ്രേക്ക് ഔട്ട് സ്പീഡ്. എന്നിട്ട് ക്ലച്ച് കൊടുക്കുക. ക്ലച്ച് നിർത്തിക്കോ. ഇവിടെ നിർത്തിക്കോ, ഒന്നും ചെയ്യണ്ട. ഇവിടെ നിർത്തിക്കോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമേ ബ്രേക്ക് വന്ന ശേഷം സ്പീഡിനെ കുറച്ച ശേഷം ക്ലച്ച് ഔട്ടുക. അതെ. അതെ. നമ്മൾ വണ്ടി എടുക്കുമ്പം ബ്രേക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. അതന്നെ. ആ കാലങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. വണ്ടി ആ ടയറിനെ കറങ്ങി കഴിഞ്ഞ ശേഷം ബാക്കി ക്ലച്ച് കാല്. ഓക്കെ.
കുറെ കിലോമീറ്റർ ഇപ്പൊ കുത്തനെയുള്ള ഇറക്കത്തിലാണ് നമ്മൾ ഗിയർ താങ്ങി പോകണ്ടേ, ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് പോകണ്ടേ. കൈ ഇങ്ങനെ ക്രോസ്ഡ് വരുന്നു, തെറ്റത്. അത് തന്നെ. അങ്ങനെ ക്രോസ്ഡ് വരരുത്. കൈ കറക്റ്റ് അല്ല, കുറച്ചും കൂടി 9 കുറച്ചുകൂടി ഇറക്കി പിടിക്കട്ടെ. അതെ. വലത് ഇവിടെ ക്രോസിൽ വന്നു. അത് തന്നെ. അതുപോലെ ഗിയർ ഇടുമ്പോൾ അപ്പോൾ 4th ഗിയർ കിട്ടും. വണ്ടിന്റെ സ്പീഡ് കണ്ടോ, 40 താഴെയാണ്. അതിപ്പോ നിരപ്പായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ വണ്ടിയിൽ ഈ ലോറി 2-3 ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എന്താവും, വണ്ടി ആ കുത്തി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കറക്റ്റ് ആ സ്പീഡ് ലിമിറ്റ് നോക്കുക. അതെ, നേരെ മുകളിലോട്ട്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. അന്നേരം 3rd ഗിയറിൽ പോയാൽ മതി. നമുക്ക് ആ റോഡിന്റെ സിറ്റുവേഷൻ നോക്കുക. റോഡ് വളവും തിരിവെക്കുകയാണ്. നമുക്ക് ഇപ്പൊ ഒരു പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സ്പീഡിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 3rd ഗിയറിൽ 2nd ഗിയറിൽ നമുക്ക് പോകാം. കുറച്ചിന്റെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് 3rd ഗിയർ ഇട്ടാൽ മതി. നമുക്കൊരു കോൺഫിഡൻസ് വരും നമുക്ക് പോകാനായി എന്നുള്ളത്. അങ്ങനെ ആവുള്ളൂ. ഇതിപ്പോ 3rd ഗിയർ തന്നെ. അന്നേരം നമ്മൾ പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം. ബേക്കിൽ വരുന്നവർക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പൊ നമ്മൾ പതുക്കെ പോകുന്നുണ്ടെങ്കിൽ ബേക്കിൽ ഒരു വണ്ടി സ്പീഡ് വരുന്നുണ്ട്. അവന് അന്നേരം ഈസി ആയിട്ട് കയറി പോവുകയും ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ഈ കയറ്റത്ത് നിർത്തിയിട്ട് ഒന്ന് എടുത്തോ. നിർത്തുമ്പോഴൊക്കെ ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കണം. ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ ബേക്കിലാവും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലെഫ്റ്റ് സൈഡിലോട്ടോ ഇൻഡിക്കേറ്റർ ഇടുന്നെങ്കിൽ അവൻ നമ്മളെ വെയിറ്റ് ചെയ്യില്ല, നമ്മളെ കാത്തു വെക്കണ്ട. അവൻ നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ കയറി പോയിക്കോളും. നമുക്ക് കുറച്ചും കൂടി എളുപ്പം എനിക്ക് വന്ന് ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ട് എടുക്കാനാണ്. ഹാൻഡ് ബ്രേക്കിൽ കൊണ്ടിട്ട് പറഞ്ഞുതരാം. ഹാൻഡ് ബ്രേക്ക്. എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കും. ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ബാക്കോട്ട് വലിക്കും. ബട്ടൺ പ്രസ് ചെയ്യും ഹാൻഡ് ബ്രേക്കിന്റെ. ഓക്കെ. ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്ക്. ഹാൻഡ് ബ്രേക്ക് താങ്ങി നിന്നു. എന്നിട്ട് മറ്റേതിന്ന് ഒരു ഹാഫ് ക്ലച്ചിലോട്ട് കാല് വരിക. ഹാഫ് ക്ലച്ചിലോട്ട് കാല് വരട്ടെ. ആയിട്ടില്ല. വണ്ടി വൈബ്രേഷൻ വന്നിട്ടില്ല. ഓക്കെ, വന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യും. വേണ്ടല്ലോ, ബൈക്കോട്ട് വരി പോവില്ല. ഇനി ആക്സിഡന്റ് മാത്രം കൊടുക്കുക. ആക്സിഡന്റ് കൊടുക്കുക. ഹാൻഡ് ബ്രേക്കകത്ത് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ. അതെ, കറക്റ്റ് കയറി ഇങ്ങോട്ട് പോയിക്കോളൂ. അതെ, അത് നമ്മൾ കുറച്ച് എടുത്ത് റെഡി ആവുള്ളൂ. അതെ. അധികം ടൈറ്റ് പിടിക്കണ്ട. ഗിയറിനകത്ത് പതുക്കെ പിടിച്ചു കൊടുക്കുക. സ്റ്റിയറിംഗിലും അതുപോലെ ഗിയറിലും ഒരുപാട് ബലം കൊടുക്കണ്ട. സ്മൂത്ത് ആയിട്ട് ഒന്നത്തെ വളമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇട്ടെടുത്തത്. ഓക്കെ, 1/3 ഗിയർ. ഓക്കെ. ഒരുപാട് ബലം കൊടുക്കാണ്ട് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. കൈ കറക്റ്റ് ചെയ്ത് പിടിക്കുക. അതെ, ഫുൾ ടൈം ആക്സിഡന്റ് പെടലിൽ കാല് വരാണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പതുക്കെ ബ്രേക്കിന്റെ പെടലോട്ട് കാല് വരിക. പിന്നെ വീണ്ടും ആക്സിഡന്റിന്റെ പെടലോട്ട് പോവുക. അത് കറക്റ്റ് ആണത്.
അന്നേരം എന്ത് ചെയ്യണം, ആ ബ്രേക്ക് പെഡലിന്റെ നേരെ ആയിരിക്കണം കാലിന്റെ നിൽക്കേണ്ടത്. എന്നിട്ട് ആക്സിലേറ്ററും ആക്സിലേറ്റർ ബ്രേക്ക് ഇങ്ങനെ പോകണം, ഇങ്ങനെ കാലിങ്ങനെ എടുത്ത് വെക്കാണ്ട്. ഒന്ന് ഫോർത്ത് കയറിട്ട് നോക്ക്. അത് തന്നെ കണ്ടോ, ഒരുപാട് ബലം കൊടുക്കാണ്ട് സ്മൂത്ത് ആയിട്ട് ഇരുന്നുണ്ടോ. ഭയങ്കര മെഷർമെന്റ്സ് ബലം, അതെ, ഒരുപാട് ബലം കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആദ്യമേ എടുത്തപ്പോ. ഒന്ന് തേർഡ് ഗിയറിലോട്ട് പോകണം, ഗിയർ ഡൗൺ സ്വിച്ച് ചെയ്ത് കൊടുക്കുക. അത് തന്നെ.